ഹോമിയോപ്പതി ആണോടാ കഴിച്ചത്? അത് മെല്ലല്ലേ മാറുള്ളൂ. ഇങ്ങനെയുള്ള തെറ്റായൊരു ധാരണ പല ആൾക്കാരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അതാണോ സത്യം? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കുക, ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. മൈൻഡ്, ബോഡി, ടെമ്പറമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ കണക്കിലെടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അതിനാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി റൂട്ട് കോസിനെ റിമൂവ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ. നമുക്ക് താൽക്കാലിക ക്യൂർ അല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ ലഭിക്കണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. ഹോമിയോപ്പതിക് മെഡിസിന് ശരിക്കും ആക്ട് ചെയ്യുന്നത് അതിൻ്റെ കണ്ടീഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അക്യൂട്ട് കേസാണോ, ക്രോണിക് കേസാണോ, ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അസുഖം ഭേദമാകുന്നത്. അക്യൂട്ട് കേസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭേദമായിട്ട് കാണാറുണ്ട്. ക്രോണിക് കേസ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു അസുഖം വരാനെടുക്കുന്ന ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഒരു ക്രോണിക് കേസ് വരുന്നത്. ഡീപ്പ് ലെയേഴ്സിനെ അഫക്റ്റ് ചെയ്തത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയറിലേക്ക് കൊണ്ടുവരാനെടുക്കുന്ന ഈ ഒരു ടൈമല്ലേ എടുക്കുന്നത്. ഇതിനെയാണ് പലരും തെറ്റിദ്ധാരണയോടെ കാണുന്നത് ഹോമിയോപ്പതി വളരെ സ്ലോ ആണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വേറൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ, ഈ ഹോമിയോപ്പതിൻ്റെ അടുത്ത് മുക്കാഭാഗം കേസുകളും വരുന്നത് പല സ്ഥലങ്ങളിലും പോയി ട്രീറ്റ് ചെയ്ത് അവിടെ നിന്നൊന്നും ഒരു റിസൾട്ട് കാണാതെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കിലൊക്കെ വരാറുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിനെ റിവേഴ്സ് ചെയ്ത് ഒരു നോർമൽ ക്യൂർ, ഒരു പെർമനൻറ്റ് ക്യൂറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈമിനെയാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ